വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിർമ്മിച്ച ആദ്യ ഷീ ലോഡ്ജ് ഇന്നും അടഞ്ഞു തന്നെ. രാത്രികാലങ്ങളിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടം എന്ന സ്വപ്നവുമായി ലക്ഷങ്ങൾ ചെലവഴിച്ച KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഷീ ലോഡ്ജിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഇപ്പോഴും ആർക്കും ഉപകാരപ്രദമല്ലാതെ കിടക്കുകയാണ് ഈ പദ്ധതി. രാത്രികാലങ്ങളിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടം എന്ന സ്വപ്നവുമായി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിർമ്മിച്ച ആദ്യ ഷീ ലോഡ്ജ് ഇന്നും അടഞ്ഞു തന്നെ. ലക്ഷങ്ങൾ ചെലവഴിച്ച KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഷീ ലോഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇപ്പോഴും ആർക്കും ഉപകാരപ്രദമല്ലാതെ കിടക്കുകയാണ് ഈ പദ്ധതി. രാത്രികാലങ്ങളിലടക്കം മൂവാറ്റുപുഴയിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിനാണ് നഗരസഭ LDF ഭരണസമിതി 2019 25 ലക്ഷം രൂപ മുടക്കി ഷീ ലോഡ്ജ് പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ ഭരണസമിതി മാറി മാറി വന്നിട്ടും പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഷീ ലോഡ്ജിനോടനുബന്ധിച്ചുള്ള സെപ്റ്റിക് ടാങ്കും മലിനജല ശേഖരണത്തിനുള്ള ടാങ്കും നിർമ്മിക്കാതെ അശാസ്ത്രീയമായാണ് LDF ഭരണസമിതി ഷീ ലോഡ്ജ് നിർമ്മിച്ചതെന്ന് 2024 UDF ഭരണസമിതി ആരോപിച്ചിരുന്നു. എന്നിരുന്നാലും അപാകതകൾ പരിഹരിച്ച പദ്ധതി പൂർത്തീകരിക്കാനോ മാറ്റി സ്ഥാപിക്കാനോ നാളിതുവരെ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വിവിധ ആവശ്യങ്ങൾക്കായി മൂവാറ്റുപുഴയിലെത്തുന്ന വനിതകൾക്ക് സുരക്ഷിതമായ ഇടം ഒരുക്കുന്നതിൽ നഗരസഭ ഭരണസമിതി പരാജയമാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സമാനമായ രീതിയിൽ അടഞ്ഞുകിടക്കുന്ന ഷീ ടോയ്ലറ്റും പ്രതിഷേധത്തിനിടയാക്കുകയാണ്. അപാകതകൾ പരിഹരിച്ച് നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടം ഒരുക്കാൻ നഗരസഭ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.